ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ മണ്ഡലത്തിലെ വിവിധ റോഡുകൾ നാടിന് സമർപ്പിച്ചു. ഗോദീശ്വരം തമ്പി റോഡ്, വയലാൽ റോഡ് എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ബേപ്പൂർ തമ്പി റോഡ്, ഗോദീശ്വരം റോഡ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും തമ്പി റോഡ് മുതൽ ഗോദീശ്വരം റോഡ് വരെ 3.12 കോടി രൂപയാണ് വകയിരുത്തിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, 9 വയസ്സുകാരൻ ഇഷാൻ കൌശിക് എന്നിവർ ചേർന്നാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കൌൺസിലർ കൊല്ലരത്ത് സുരേശൻ, കൌൺസിലർ ഷിനു പിന്നാണത്ത്, മുസ്തഫ, പ്രകാശ് പേരോത്ത്, TP രാജേഷ്, അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. BM and BC നിലവാരത്തിലാണ് റോഡ് നവീകരിച്ചത്. ആശ്വാസ പദ്ധതിയായി റോഡ് മാറി ദീർഘകാലത്തെ ആവശ്യമാണ്. ഒരുപാട് പേർ സഞ്ചരിക്കുന്ന റോഡാണ്. അപ്പോൾ അത് മികച്ചതായി മാറുക എന്നുള്ളത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് വികസനം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിനോടൊപ്പം നിന്ന് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഇനിയും മുന്നോട്ട് പോകാം എന്ന് മാത്രം ചോദിച്ചു. ബേപ്പൂർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീടായ വൈലാലിന്റെ മുൻവശത്തുകൂടെ കയർ ഫാക്ടറി, ഓൾഡ് മിലിറ്ററി റോഡ് വരെ കടന്നുപോകുന്ന വൈലാലിൽ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 1.05 കോടി രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ, കോർപ്പറേഷൻ ആരോഗ്യകാര്യ ചെയർമാൻ K രാജീവ്, കൌൺസിലർ ഷിനു പിന്നാണത്ത്, സ്മിജിത്ത്, അബ്ദുൽ നാസർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പൊതുജനങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലെ കാഴ്ചകൾ